ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പേരക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല ഒരു വെറൈറ്റി ആയിട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കണം. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ പേരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതുപോലത്തെ പേരക്ക മാർക്കറ്റിലൊക്കെ ഇതുപോലെ വലിയ പേരക്കൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പേരക്ക തന്നെയാണ്. അപ്പോൾ പേരക്ക എടുക്കുമ്പോൾ ഒരു മീഡിയം പഴുപ്പിലുള്ള പേരക്ക എടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് പഴുപ്പുള്ള പേരയ്ക്കും വേണ്ട, എന്നാൽ പച്ചയായിട്ടുള്ള പേരയ്ക്കും വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പേരക്ക എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പേരക്ക ഇതുപോലെ ചെറുതായിട്ട് സാലഡിനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയുള്ളിയും കൂടി ഇതിലേക്ക് നല്ലോണം കൊത്തി അരിഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് കിട്ടാൻ ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന മുളകിനൊക്കെ അനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഒക്കെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ കൂട്ടിയും കുറച്ച് ചേർത്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ കൊണ്ടല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്നങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി ചെയ്യാനുള്ളത്. ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ ഒരു സാലഡ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോക്സ് എടുക്കുമ്പോൾ ഏത് ബോക്സ് എടുക്കാം, ബോക്സ് എടുക്കുമ്പോൾ അതിന് അടപ്പുള്ള ബോക്സ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു സാലഡ് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം കുലുക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെയും കുലുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ അതുപോലെ തന്നെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നല്ലോണം കുലുക്കിയെടുത്തെങ്കിൽ മാത്രമേ ഒരു പേരക്കയുടെ നീരൊക്കെ ഈ ഒരു സാലഡിലായിട്ട് ഫുള്ളായിട്ട് ഇറങ്ങുള്ളൂ. മാത്രമല്ല അതിൻ്റെ ആ ഒരു മസാലയൊക്കെ എല്ലായിട്ടും നല്ലതുപോലെ പിടിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് നല്ലൊരു തിക്കായിട്ട് തന്നെ ഈ ഒരു സാലഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി അതുമല്ല നമുക്കിത് വെറുതെ തന്നെ ഇങ്ങനെ കോരി കഴിക്കാവുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മധുരവും എരിവും ഒക്കെ കൂടിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പേരക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്